വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്സ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ സെയിൻസ് ആൻഡ് Martyrs in literature, Geoffrey, Chaucer and Canterbury, tales, wealth, gold as a wealth, gift giving, wages, Harlotrie എന്നീ ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓൾഡ് ഇംഗ്ലീഷിലായിക്കോട്ടെ മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിക്കോട്ടെ സെയിൻസ് അതുപോലെ തന്നെ മാർട്ടേഴ്സ് എന്നുള്ളത് രക്തസാക്ഷികളൊക്കെ പ്ലേഡ് എ സെൻട്രൽ റോൾ വിത്ത് സെയിൻസ് ലിവ്സ് ബീങ് എ കോമൺ ഷോണർ ഓഫ്റ്റൻ ഇൻ വേഴ്സ് ഓർ പ്രോസ്. വേഴ്സ് എടുത്തൊക്കെ ആണെങ്കിലും പ്രോസ് എടുത്തൊക്കെ ആണെങ്കിലും ഈ ഒരു സെയിൻസിൻ്റെ ജീവിതം എന്നുള്ളത് ഒരു കോമൺ ഷോണർ തന്നെയാണ്. ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് സെർവ് ചെയ്യുന്നുണ്ട് ബോത്ത് ആസ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ആസ് ഡിഡാക്റ്റിക് ടൂൾസ്. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ഫെയ്ത്ത്, കറേജ് ആൻഡ് മാർട്ടൈർഡം. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ന്യൂമറസ് ലൈവ്സ് ഓഫ് സയൻസ് എന്നുള്ളത്. ഈ ഒരു ന്യൂമറസ് ലൈവ്സ് ഓഫ് സയൻസ് എന്നുള്ളത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അലിറ്ററേറ്റീവ് പ്രോസിലും എഴുതപ്പെടുന്നുണ്ട്. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക്സ് ലൈക്ക് ദ ഓൾഡ് ഇംഗ്ലീഷ് ലൈവ്സ് ഓഫ് സയൻസ് ബൈ ആൽഫ്രിക്, പ്രോസ് ലിവ്സ് ഓഫ് സെയിൻറ്റ് കുത്ലക്, സെയിൻറ്റ് മാർഗരറ്റ് ആൻഡ് സെയിൻറ്റ് ചാർ ആൻഡ് നറേറ്റീവ് പോയംസ് ലൈക്ക് ആൻഡ്രസ്, എലേന, കുത്ലക് ആൻഡ് ജുലിയാന എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വാരിയസ് സയൻസ് ആൻഡ് ദർ ലിവ്സ്. അവരുടെ ജീവിതത്തെ പറ്റിയിട്ടൊക്കെ ഈ ഒരു വർക്കിലൊക്കെ പറയുന്നുണ്ട്, വാരിയസ് സയൻസിനും അവരുടെ ജീവിതത്തെ പറ്റിയിട്ടും. ഇനി സം ഓഫ് ദ ഏർലിയസ്റ്റ് ഓൾഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ലൈക്ക് മാർട്ടയോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ അബൌട്ട് സെയിൻസ് ആൻഡ് മാർട്ടേഴ്സ് ഓൺ ദർ ഫീസ്റ്റ് ഡേയ്സ്. ഇനി തീംസ് എടുത്തൊക്കെയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ഫെയ്ത്ത്, കറേജ്, സെൽഫ് സാക്രിഫൈസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ്റ്റൺ ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് വൈക്കിംഗ് റൈറ്റ്സ്. ഇനി നെക്സ്റ്റ് മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് കണ്ടിന്യൂഡ് ഇമ്പോർട്ടൻസ്. സയൻസിൻ്റെ ലൈവ്സ് അതുപോലെ തന്നെ മാർട്ടൈർഡം കണ്ടിന്യൂ ടു ബി സിഗ്നിഫിക്കൻറ്റ് ഇൻ മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇനി മിസ്റ്ററി പ്ലേസ് എന്നുള്ളത് സച്ച് ആസ് ദ യോർക്ക് സൈക്കിൾ, ഡ്രമാറ്റൈസ്ഡ് ബൈബ്ലിക്കൽ സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ദ ലിവ്സ് ഓഫ് സയൻസ് ആൻഡ് മാർട്ടേഴ്സ്. ഇനി റിലിക്സ് ആൻഡ് പിൽഗ്രിമേജ്. ദ വെനറേഷൻ ഓഫ് സയൻസ്, റിലിക്സ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് പിൽഗ്രിമേജ് വേർ ഓൾസോ തീംസ് എക്സ്പ്ലോർഡ് ഇൻ മിഡീവൽ ലിറ്ററേച്ചർ. മിഡീവൽ ലിറ്ററേച്ചറിലുള്ള മറ്റൊരു തീംസാണ് പിൽഗ്രിമേജ് എന്നുള്ളത് തീർത്ഥാടനം, റിലിക്സ് എന്നുള്ളത് തിരുശേഷിപ്പുകൾ. ആസ് എവിഡൻസ്ഡ് ബൈ ദ സ്റ്റഡി ഓൺ സയൻസ് റിലിക്സ് ഇൻ ലേറ്റ് മിഡീവൽ കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ. ഇനി ഷിവൽറി ആൻഡ് കോട്ട്ലി ലവ് എന്നുള്ളത് മിഡീവൽ ലിറ്ററേച്ചറിൽ ഓൾസോ ഇൻകോപ്പറേറ്റഡ് ഷിവൽറി ആൻഡ് കോട്ട്ലി ലവ് തീംസ് വിച്ച് സംടൈംസ് ഇൻ്റർവൈൻഡ് വിത്ത് ദ റിപ്രസെൻറ്റേഷൻ ഓഫ് സയൻസ്. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജെഫ്രി ചോസറിൻ്റെ കാൻറ്റംബറി ടെയിൽസ് വൈൽ പ്രൈമർലി എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഡെപ്പിക്ഷൻസ് ഓഫ് സയൻസ് ആൻഡ് ദർ ഇൻഫ്ലുവൻസ് ഓൺ ക്യാരക്ടേഴ്സ് ലിവ്സ്. ഷിവൽറി മീനിങ്സ് ധീരത എന്നാണ്, അതുപോലെ തന്നെ കോട്ട്ലി ലവ് എന്നുള്ളത് മര്യാദയുള്ള ആ ഒരു സ്നേഹം എന്നുള്ളത്. ജെഫ്രി ചോസറിൻ്റെ ദ കാൻറ്റംബറി ടെയിൽസ് എന്നുള്ളത് ഇസ് എ ലാൻഡ്മാർക്ക് വർക്കാണ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് എ ട്രാൻസിഷൻ ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു ലാറ്റർ ഇംഗ്ലീഷ് വൈൽ റിട്ടൺ ഇൻ മിഡിൽ ഇംഗ്ലീഷ്. ദ ടൈൽസ് ഓഫർ ചെയ്യുന്നുണ്ട് എ വിവിഡ് പോർട്രയൽ ഓഫ് 14th century സൊസൈറ്റി, ക്യാരക്ടേഴ്സ്, ടൈപ്സ് ആൻഡ് ലിറ്റററി കൺവെൻഷൻസ് ഷേപ്പ് ചെയ്യുന്നുണ്ട് ദ ട്രാജക്ടറി ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ട്രഡീഷൻ. ഇനി നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിൻ്റെയും മിഡിൽ ഇംഗ്ലീഷിൻ്റെയും ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് ദ ലാംഗ്വേജ് ഓഫ് ദ ആംഗ്ലോ സാക്സൺ പീരീഡ്. ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ലാംഗ്വേജാണ് ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത്. 5ാം നൂറ്റാണ്ടിൽ നിന്നും 11ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഒരു ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ലാംഗ്വേജ് എന്നുള്ളത് ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജർമ്മനിക് ലാംഗ്വേജ്. അതുപോലെ തന്നെ ഹാഡ് എ മോർ കോംപ്ലക്സ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ദാൻ ലാറ്റർ ഫോംസ് ഓഫ് ഇംഗ്ലീഷ്. ഇനി മിഡിൽ ഇംഗ്ലീഷ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഇംഗ്ലണ്ടിൽ 11 മുതൽ 15ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഈ ഇംഗ്ലണ്ടിൽ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജ് എമേർജ് ചെയ്തിട്ടുള്ളത് നോർമൻ കോൺഗസ്റ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ വിത്ത് ഫ്രഞ്ച് വെക്കാബുലറി ആൻഡ് ഇൻഫ്ലുവൻസസ് ഇമ്പാക്റ്റിംഗ് ദ ലാംഗ്വേജ്. ഇനി ചോസേഴ്സ് സിഗ്നിഫിക്കൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചോസർ എന്ത് ചെയ്തിട്ടുണ്ട്, ദ കാൻറ്റംബറി ടെയിൽസ് ഇൻ മിഡിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് വിച്ച് വാസ് ദ വേർണാക്കുലർ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഈ ഒരു വർക്ക് എന്നുള്ളത് വേർണാക്കുലർ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. റാദർ ദാൻ ലാറ്റിൻ ഓർ ഫ്രഞ്ച് എഴുതുന്നതിന് പകരം വേർണാക്കുലർ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വിച്ച് വർ മോർ കോമൺലി യൂസ്ഡ് ഫോർ ലിറ്ററേച്ചർ അറ്റ് ദ ടൈം.
This was a significant choice as it made his work accessible to a wider audience. ഈ ഒരു വർക്ക് വൈഡർ ഓഡിയൻസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. Canterbury Tales and Medieval Society, a frame story. Canterbury Tale എന്നുള്ളത് is a frame story where a group of pilgrims എന്ത് ചെയ്യുന്നുണ്ട്, കാൻറ്റർബറിയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെൽ സ്റ്റോറീസ് ടു പാസ് ദ ടൈം. ആ ഒരു സമയത്തുള്ള കഥകളാണ് ആ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നുള്ളത്. ഡിവേഴ്സ് ക്യാരക്ടേഴ്സ്, ഈ ഒരു വർക്കിലുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്തതിന് എ വൈഡ് ക്രോസ് സെക്ഷൻ ഓഫ് medieval society including clergy, nobility, merchants and peasants. ഇനി സോഷ്യൽ സെറ്റയർ, ഈ ഒരു ടൈൽ എന്നുള്ള ഓഫർ ചെയ്യുന്നത് ഇൻസൈറ്റ്സ് ഇൻ ടു സോഷ്യൽ ഹൈറാർക്കീസ്, ജെൻഡർ റോൾസ്, റിലീജിയസ് ബിലീഫ്സ് ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ലൈക്ക് ദ ബ്ലാക്ക് ഡെത്ത് ഓൺ ഓർഡിനറി പീപ്പിൾ. ഈ ഒരു ടൈൽസ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? സോഷ്യൽ ഹൈറാർക്കിയിലേക്കുള്ള ഇൻസൈറ്റ്സ്, അതുപോലെ തന്നെ ജെൻഡർ റോൾസ്, റിലീജിയസ് ബിലീഫ്സ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിലേക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ടൈൽ മാറിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടൈൽ എന്നുള്ളത് റിമൈൻഡ് ഇൻകംപ്ലീറ്റ് അറ്റ് ദ ടൈം ഓഫ് ചോസേഴ്സ് ഡെത്ത്. ചോസറിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് ഈ ഒരു വർക്ക് എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് റിമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സം സ്കോളേഴ്സ് ബിലീവ് ദ വർക്ക് വാസ് ഇൻറ്റൻഡഡ് ടു ബി ലാർജർ. ചോസേഴ്സ് ലീഗസി, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ചോസർ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി ഫോം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് കാരണം അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഫാദർ എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓൺ ലാറ്റർ റൈറ്റേഴ്സ്, ഹിസ് വർക്ക് ഇൻഫ്ലുവൻസർ ലാറ്റർ റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ് ഷേപ്പിംഗ് ദ കോഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നീട് വന്നിട്ടുള്ള റൈറ്റേഴ്സിനും പോയറ്റ്സിനൊക്കെ ഇദ്ദേഹം ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് പറയുന്നുള്ളത്. ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വെൽത്ത് എന്നുള്ള പെർട്ടിക്കുലർലി ഗോൾഡ് ഈസ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ്, ഓഫ്റ്റൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് പവർ, സ്റ്റാറ്റസ് ആൻഡ് ഈവൻ മോറൽ ഡിക്കേ. വൈൽ ഗോൾഡ് ഇറ്റ് സെൽഫ് മേ നോട്ട് ഹാവ് ബീൻ ദ പ്രൈമറി ഫോം ഓഫ് വെൽത്ത് ഇൻ ഓൾ കോണ്ടെക്സ്റ്റ്, ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി സെർവ് ചെയ്യുന്നത് ആസ് എ പൊട്ടൻറ്റ് സിമ്പിൾ ആൻഡ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ വാരിയസ് നറേറ്റീവ്സ്. ഇനി ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ബിയോൾഫ് എന്നുള്ളത് gold and other precious items are awarded as rewards for heroic deeds and displayed a symbol of the king's wealth and power. ഈ ഒരു വർക്കിലെ ഹീറോയിക് ഡെഡ്സിനും അതുപോലെ തന്നെ കിങ്ങിൻ്റെ വെൽത്തും അതുപോലെ തന്നെ പവറൊക്കെ ഡിസ്പ്ലേ ചെയ്തതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവാർഡായിട്ട് ഗോൾഡ് അതുപോലെ തന്നെ മറ്റുള്ള പ്രീഷ്യസ് ഐറ്റംസ് ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു എപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾസോ ടച്ചസ് അപ്പൺ ദ ഡിസ്ട്രക്റ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് വെൽത്ത് ആസ് എക്സംപ്ലിഫൈഡ് ദ ഡ്രാഗൺസ് ഹോർഡ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ കിങ്ഡം. Alfredian corpus, the Old English prose translations attributed to Alfred the Great, while arguing detachment from the material world, also acknowledge the significance of material possessions including ട്രഷേഴ്സ് ഇൻ സൊസൈറ്റി. ഇനി ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ള ജനറൽ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അധികവും പോർട്രേ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് വെൽത്ത് ആസ് എ സോഴ്സ് ഓഫ് ബോത്ത് ബ്ലെസ്സിങ് ആൻഡ് കേഴ്സ്. ഇറ്റ് കുഡ് സിഗ്നിഫൈ സക്സസ് ആൻഡ് പ്രോസ്പെരിറ്റി ബട്ട് ഓൾസോ ബി എ കോസ് ഓഫ് എൻവി, ഗ്രീഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡൗൺഫാൾ. വെൽത്ത് എന്നുള്ളത് എന്തൊക്കെയായിരുന്നു, ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ കേഴ്സും ആയിരുന്നു. ഒരു ഭാഗത്ത് സക്സസും പ്രോസ്പെരിറ്റി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് എൻവി, ഗ്രീഡ് അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ഡൗൺഫാളൊക്കെയാണ് എന്നാണ് പറയുന്നത് വെൽത്തിനെ പറ്റിയിട്ട്. ഇനി മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ കാൻറ്റംബറി ടെയിൽസ് എന്നുള്ളത് ചോസറിൻ്റെ കാൻറ്റംബറി ടെയിൽസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെൽത്ത് ആൻഡ് മൊറാലിറ്റിൻ്റെയും വെൽത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ മില്ലേഴ്സ് സ്റ്റൈൽ ആൻഡ് ദ നൈറ്റ് സ്റ്റൈൽ. ഈ ഒരു രണ്ട് വർക്ക് എന്നുള്ളത് വേർ മണി ആൻഡ് സോഷ്യൽ സ്റ്റാൻഡിങ് പ്ലേ ക്രൂഷ്യൽ റോൾസ് ഇൻ ദ ക്യാരക്ടേഴ്സ് ലിവ്സ് ആൻഡ് ആക്ഷൻ. ക്യാരക്ടേഴ്സിൻ്റെ ലിവ്സിലും അതുപോലെ തന്നെ ആക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, മണി, സോഷ്യൽ സ്റ്റാൻഡിങ് ഒക്കെ ഒരു ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നുള്ളത്. വൈനർ ആൻഡ് വാസ്റ്റർ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ആസ് എ സിംബലിക് റിപ്രസെൻറ്റേഷൻ ഓഫ് അബണ്ടൻസ്, പ്രോസ്പെരിറ്റി ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഔട്ട്കംസ്. ഇനി മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ജനറൽ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ഓഫ് ദ ടൈം, പോർട്രേ ചെയ്യുന്നുണ്ട് വെൽത്ത് ആസ് ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ സ്റ്റാറ്റസ്, പവർ ആൻഡ് ദ എബിലിറ്റി ടു അക്യുമുലേറ്റ് റിസോഴ്സസ്. ഇനി കീ ആസ്പെക്ട്സ് ഓഫ് ഗോൾഡ് ആൻഡ് വെൽത്ത്, സിംബലിക് റിപ്രസെൻറ്റേഷൻ, ഗോൾഡും വെൽത്ത് യൂസ് ചെയ്യുന്നുള്ളത് ആസ് എ സിംബൽ ഓഫ് പവേഴ്സ്, സ്റ്റാറ്റസ് ആൻഡ് ഈവൻ മോറൽ കറപ്ഷൻ ഇൻ വാരിയസ് ടെക്സ്റ്റ്. ഡ്രൈവിംഗ് ഫോഴ്സ്, മെനി നറേറ്റീവ്സിൽ വെൽത്തും അതുപോലെ തന്നെ പേഴ്സ്യൂട്ട് ഓഫ് ഇറ്റ് ആർ
പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ആസ് എ മേജർ കാറ്റലൈസ് ഫോർ ആക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഓൾഡ് ആൻഡ് മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗിഫ്റ്റ് ഗിവിങ് ആൻഡ് വേജസ് സിസ്റ്റം എന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ ഹൈറാർക്കീസ് ആൻഡ് എക്കണോമിക് റിയാലിറ്റീസ് ഓഫ് ദ ടൈം. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് ഗിവിംഗ് എന്നുള്ളത് ആസ് എ വേ ടു സോൾഡിഫൈ സോഷ്യൽ ബോണ്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ ലോയാലിറ്റി, പെർട്ടിക്കുലർലി ഇൻ ഹീറോയിക് പോയംസ് ലൈക്ക് ബിയോൾഫ്. മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡിംഗ് വർക്ക്സ് ലൈക്ക് ദ കാൻറ്റംബറി ടെയിൽസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മോർ കോംപ്ലക്സ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗിഫ്റ്റ് ഗിവിംഗ്, വേജസ് ആൻഡ് ദ ചർച്ചസ് എക്കണോമിക് ഇൻഫ്ലുവൻസ്. In Old English literature and gift giving, symbol of loyalty and status. In Old English, gift giving was a central element of social and political life. Gift എന്നുള്ളത് പലപ്പോഴും form of weaponry, armor or treasure were given by lords to the followers to solidify loyalty and create a bond of dependence. ലോർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ലോയാലിറ്റിക്കും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബോണ്ട് ഓഫ് ഡിപ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നൽകുന്നുണ്ട്. ദിസ് ഈസ് സീൻ ഇൻ ബിയോൾഫ് വേർ ബിയോൾഫ് റിസീവ്സ് എ ട്രഷർ ഹോർഡ് ഫ്രം ദ കിങ്, സിംബലൈസിങ് ദ കിങ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദ എൻഡ്യൂറിങ് ലോയാലിറ്റി ഓഫ് ദ വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള വാരിയേഴ്സിൻ്റെ ആ ഒരു ലോയാലിറ്റിക്ക് വേണ്ടിയിട്ട് കിങ് അവർക്ക് നൽകുന്നുള്ള ആ ഒരു ട്രഷർ ഹോർഡ് എന്നുള്ളത് ഇതിനൊരു സിംബലൈസ് ആണ്. ഇനി റെസിപ്രോസിറ്റി ആൻഡ് ഡെപ്റ്റ് എന്നുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ് എന്നുള്ളത് വാസ് നോട്ട് സിംപ്ലി എ വൺ വേ സ്ട്രീറ്റ്, ഒരിക്കലും വൺ വേ സ്ട്രീറ്റ് അല്ല. ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഗിവിംഗ് ഇംപ്ലൈഡ് എ റിട്ടേൺ ഓഫ് എ ഗിഫ്റ്റ് ഓഫ്റ്റൺ ഓഫ് ഈക്വൽ ഓർ ഈവൻ ക്രിയേറ്റർ വാല്യൂ വിച്ച് റീഇൻഫോഴ്സസ് ദ റിലേഷൻഷിപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ. പാട്രണേജ് ആൻഡ് പവർ. ഗിഫ്റ്റ് ഗിവിംഗ് എന്നുള്ളത് സെർവ് ചെയ്യുന്നുണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് ദ പവർ ആൻഡ് ജനറോസിറ്റി ഓഫ് ദ ഗിവർ, further solidifying their social standing. Act of giving was a way of asserting dominance and reinforcing the hierarchical structure of society. Medieval English literature and the shifting landscape. Influence of the church. Rise of church in medieval society brought in a new dimension of gift giving and economic practices. The church with its extensive land holdings and tithes played a significant roles in the economic life of the time. In kind wages. While cash wages existed, the practice of paying wages in kind such as goods or services were also common. This could have created a dependence on the employer, making it more difficult for workers to move or accumulate capital. Moral and religious interpretations. Medieval literature എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് moral implications of gift giving and wealth. Works like Canterbury tales delve into the themes of greed, avarice and the need to balance material possessions with values. The word harlotrie in Old English and Middle English literature refer to prostitution or loose, crude or obscene behavior. While Old English works did not use the term directly, its concept of sexual immorality, especially involving women, is present in stories like the Dig by Mary Magdalene and the Old English Life of Mary of Egypt, where harlots becoming saints are depicted. In Middle English works like the Cook's Tale from the Canterbury Tales exploring the themes of harlotry through the story of a womanizing cook. Old English literature and the concept of harlotry, pre-existing themes. While the term harlotry did not exist in Old English, the concept of sexual immorality and its consequences was present in stories and text. Religious text the texts like the Dig by Mary Magdalene and the Old English Life of Mary of Egypt exploring the themes of repentance and sainthood after a life of harlotry. Transition to Middle English. Old English transitioned into Middle English. The term harlotry emerged alongside the concept of holy harlots in religious literature. Middle English literature and the use of harlotry. The Cook's Tale. This fragment of a tale within the Canterbury Tales depicting a womanizing cook and his life, highlighting the concept of harlotry. Moral narratives works like John Gower's Confessio Amandis use harlotry to explore moral issues and societal critique. Religious text works like the South English legendary and lives by John Mercan Osborne Boganum further explore the holy harlot theme as explained in a book by Juliet Boyle. In essence, harlotry in medieval literature
ബോത്ത് ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് സെർവ്ഡ് ആസ് എ വേ ടു എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് സെക്ഷുവാലിറ്റി, മൊറാലിറ്റി ആൻഡ് റിലീജിയസ് ഐഡിയാസ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദർ റെസ്പെക്റ്റീവ് ടൈംസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം.